GST വകുപ്പിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. GST കമ്മീഷണർക്ക് കർശന നിർദ്ദേശം നൽകി. GST കമ്മീഷണറുടെ മുമ്പിലെത്തിയ ഫയൽ 40 ദിവസമായിട്ടും ഒപ്പിട്ടില്ലെന്ന് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ട്രൈബ്യൂണൽ വിധി പ്രകാരം സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് യാതൊരു നിയമ തടസ്സമില്ലെന്നിരിക്കെ GST കമ്മീഷണർ ഫയലിൽ ഒപ്പിടാത്തതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഒഴിവുള്ള 30ഓളം ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ ഒഴിവ് അടിയന്തരമായി നികത്തണമെന്നും ഒഴിവ് വരുന്ന STO കേഡർ തസ്തികയുടെ വിവരം PSCയെ അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ബുദ്ധിമുട്ടുന്ന GST വകുപ്പിലാണ് കോടതി ഉത്തരവുണ്ടായിട്ടും സീനിയോറിറ്റി ലിസ്റ്റിൽ ഒപ്പിടാതെ GST കമ്മീഷണർ അജിത് പാട്ടിൽ IAS ഫയൽ ലാഘവത്തോടെ കാണുന്നത്. 2026 മാർച്ച് 17 GST കമ്മീഷണറുടെ മുമ്പിലെത്തിയ ഫയൽ മാർച്ച് 31 അഡീഷണൽ കമ്മീഷണർക്ക് തിരികെ അയച്ചിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വകുപ്പിലെ സ്ഥാനക്കയറ്റ ഫയലിലാണ് GST കമ്മീഷണർ ഒപ്പിടാതിരിക്കുന്നത്. കഴിഞ്ഞ 40 ദിവസമായി തന്റെ മുന്നിലെത്തിയ ഫയലിൽ GST കമ്മീഷണർ ഒപ്പിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.